സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാഫിറുകൾ അത് നന്നായി അനുഭവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ വേദനയിൽ നിന്ന് ഒഴിവായിട്ടില്ലെങ്കിൽ കാഫിറുകളും മുശ്രിക്കുകളും ഫാസിക്കുകളും തെമ്മാടികളും ധിക്കാരികളും പാപികളും ഒക്കെ ആളുകൾ ആ നേരത്ത് അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എത്രയായിരിക്കും? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ വിശദീകരണത്തിൽ നിങ്ങൾ കേട്ടില്ലേ? നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിന്റെ അകത്തേക്ക് ഇറക്കിയിട്ടുള്ള നാലുഭാഗത്തേക്കും കൊളുത്തുകളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ടിങ് വലിച്ചെടുക്കുമ്പോ എന്താണ് ആ സ്ഥിതി എന്ന് ചോദിക്കപ്പെട്ടില്ലേ? ആ റൂഹ് ഇങ്ങോട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും അതിൽ തന്നെ സൂചനയുണ്ട്. ഇനി സഹോദരന്മാരെ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ നീതിമാന്മാരായ ആരെങ്കിലും ആ മരണനേരത്ത് അത് സംബന്ധമായിട്ട് പറയാൻ കഴിവുള്ളവരുണ്ടായെങ്കിൽ എന്ന് ഇടയ്ക്കിടെ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം അതാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് മരണത്തോടടുത്ത ഒരു ഘട്ടത്തിൽ മകൻ ചോദിക്കുകയാണ്, യാ അബത്താ, എന്റെ പൊന്നൂപ്പ, അങ്ങെപ്പോഴും പറയാറുണ്ടല്ലോ മരണത്തോടടുക്കുന്ന വേളയിൽ ആ അവസ്ഥയൊന്ന് വിവരിച്ചു തരാൻ ബുദ്ധിമാന്മാരായ തന്റേടികളായ ഒരാളെ എനിക്ക് കിട്ടിയെങ്കിൽ. ഉപ്പ, അങ്ങേ പോലെ ഒരാളെ ഞാൻ അതിന് കാണുന്നില്ല.